ഗ്രേസ് ചാനലിലേക്ക് എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? യേശുവോടൊപ്പം ഇത്തിരി നേരം. ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്ന വചനം 2 ദിനവൃത്താന്തം 16 അധ്യായം 9 യഹോവയുടെ കണ്ണ് തന്നിൽ ഏകാഗ്രചിത്തന്മാർക്കു വേണ്ടി തന്നെത്താൻ ബലവാനെന്ന് കാണിക്കേണ്ടതിന് ഭൂമിയിലൊക്കെയും ഊടാടിക്കൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. ഭൂമിയിലൊക്കെയും നമ്മെ നിരീക്ഷിച്ചുകൊണ്ട് നമ്മെ പരിപാലിക്കുവാൻ ശക്തനാണ്, ബലവാനാണ് എന്ന് ഉറപ്പിക്കുന്ന വചനമാണിത്. ഹല്ലേലൂയ. ഇവിടെ പറയുന്ന കണ്ണുകൾ തൻ്റെ ബാഹ്യ കണ്ണുകളല്ല, മറിച്ച് ദൈവത്തിൻ്റെ സർവജ്ഞാനത്തെയും തൻ്റെ സൃഷ്ടികളുടെ മേലുള്ള തൻ്റെ സ്നേഹത്തെയും കരുതലിനെയും ഉറപ്പിച്ചു പറയുന്ന വചനമാണിത്. തന്നോട് സ്നേഹവും പൂർണ്ണ ഭക്തിയുമുള്ളവരെ ദൈവം ഭൂമിയിൽ നിരീക്ഷിക്കുകയും അവർക്ക് വേണ്ടി തന്നെത്താൻ ബലവാനെന്ന് കാണിക്കുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഹല്ലേലൂയ. വെറുതെ നിരീക്ഷിക്കുകയല്ല, തന്നെത്താൻ ബലവാനെന്ന് തെളിയിച്ചുകൊണ്ട് പൂർണ്ണ സംരക്ഷണം ഉറപ്പു നൽകുന്നു. ഹല്ലേലൂയ. ഇയ്യോബിൻ്റെ പുസ്തകം 34 അധ്യായം 21 ദൈവത്തിൻ്റെ ദൃഷ്ടി മനുഷ്യൻ്റെ വഴികളിന്മേൽ ഇരിക്കുന്നു, അവൻ്റെ ഓരോ ചുവടും ദൈവം കാണുന്നു. ദൈവത്തിൻ്റെ ശ്രദ്ധ മനുഷ്യൻ്റെ ഓരോ പ്രവർത്തനങ്ങളിലും ഉണ്ട് എന്ന് ശക്തമായി പ്രസ്താവിക്കുന്ന വചനമാണിത്. ഹല്ലേലൂയ. നമ്മെ വെറുതെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയല്ല, നമ്മെ സംരക്ഷിക്കുവാൻ, കരുതുവാൻ താൻ ശക്തനാണെന്ന് ഈ വചനം നമുക്ക് ഉറപ്പു തരുന്നു. യോഹന്നാൻ എഴുതിയ സുവിശേഷം 1 അധ്യായം 43 മുതൽ 50 വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് ഒരു കാര്യം കാണുവാൻ കഴിയും. ഇവിടെ ഫിലിപ്പോസ് നഥനയേലിനെ യേശുവിൻ്റെ അടുക്കലേക്ക് ക്ഷണിക്കുന്നു. നഥനയേൽ യേശുവിനോട് എന്നെ എവിടെ വെച്ച് അറിയും എന്ന് ചോദിക്കുന്നു. 48 യേശു നഥനയേലിനോട്, ഫിലിപ്പോസ് നിന്നെ വിളിക്കുന്നതിന് മുമ്പേ നീ അത്തിയുടെ ചുവട്ടിൽ ഇരിക്കുന്നത് ഞാൻ കണ്ടു എന്ന്. 49 നഥനയേൽ യേശുവിനോട്, റബി, നീ ദൈവപുത്രൻ, നീ ഇസ്രായേലിൻ്റെ രാജാവ് എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഇതിൻ്റെ വ്യാഖ്യാനങ്ങളിലേക്കൊന്നും നോക്കാതെ ചിന്തിച്ചാണുകയും നാം ആയിരിക്കുന്ന അവസ്ഥയിൽ നമ്മെ അറിയുകയും ചെയ്യുന്ന ദൈവം. ഹല്ലേലൂയ. എബ്രായർക്ക് എഴുതിയ ലേഖനം 4 അധ്യായം 13 പറയുകയാണ്, സൃഷ്ടികളിൽ ഒന്നും ദൈവത്തിന് മറവായിരിക്കുന്നില്ല, സകലതും അവൻ്റെ മുമ്പിൽ നഗ്നവും മലർന്നതുമായി കിടക്കുന്നു എന്ന് വചനം പറയുന്നു. ആമേൻ. പത്രോസ് 13 അധ്യായം 2 ദൈവത്തിൻ്റെ കണ്ണ് നീതിമാന്മാരുടെ മേലും അവൻ്റെ ചെവി അവരുടെ പ്രാർത്ഥനയ്ക്കായും തുറന്നിരിക്കുന്നു എന്ന്. ഹല്ലേലൂയ. അപ്പോൾ ചിലർ ചോദിക്കാം, നാം നീതിമാന്മാരാണോ? അതേ ദൈവ പൈതലേ, യേശുവിൻ്റെ വിലയേറിയ രക്തത്താൽ നാം നീതീകരിക്കപ്പെട്ടവരാണ്. ഹല്ലേലൂയ. ഇടയ്ക്കൊക്കെ ഇത് പറയണം, ക്രിസ്തുയേശുവിൽ ഞാൻ നീതീകരിക്കപ്പെട്ട വ്യക്തിയാണ്. കർത്താവിൻ്റെ കണ്ണ് എൻ്റെ മേൽ ഉണ്ട്, അവൻ്റെ ചെവി എൻ്റെ പ്രാർത്ഥനയ്ക്കായി തുറന്നിരിക്കുന്നു. ദൈവ പൈതലേ, നാം യേശുവിൻ്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ച് നീതീകരിക്കപ്പെട്ട വ്യക്തിയാണ്. ആ നീതി ബോധത്തോടെ വേണം നാം ജീവിക്കുവാൻ. ഹല്ലേലൂയ. ഈ വാക്യങ്ങളെല്ലാം നമുക്ക് ഉറപ്പു തരുന്നത് ദൈവം നമ്മെ വ്യക്തിപരമായി കാണുന്നുണ്ട്, അറിയുന്നുണ്ട് എന്നാണ്. ഹല്ലേലൂയ. 121 സങ്കീർത്തനം 3 പറയുന്നു, നിന്റെ കാൽ വഴുതുവാൻ അവൻ സമ്മതിക്കുകയില്ല, നിന്നെ കാക്കുന്നവൻ മയങ്ങിയുമില്ല, ഉറങ്ങിയുമില്ല എന്ന്. പ്രൈസ് ഗാഡ്. ഉറങ്ങാതെ മയങ്ങാതെ നമ്മെ കാവൽ ചെയ്യുന്ന ഒരു ദൈവം എന്ന് പറഞ്ഞാൽ ആ വചനം നമുക്ക് ഉറപ്പ് നൽകുന്നത് പൂർണ്ണ സംരക്ഷണമാണ്. അതെ, എൻ്റെ ദൈവം എൻ്റെ കാൽ വഴുതുവാൻ സമ്മതിക്കുകയില്ല, എന്നെ കാക്കുന്നവൻ മയങ്ങത്തുമില്ല, ഉറങ്ങത്തുമില്ല. ഹല്ലേലൂയ. ഈ വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരു ദൈവിക സുരക്ഷിതത്വം നമുക്ക് അനുഭവിക്കുവാൻ സാധിക്കും. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ശക്തമായ കരത്താൽ പൊതിയപ്പെടുന്ന ഒരു അനുഭവം. പ്രിയമുള്ളവരെ, ഈ വചനങ്ങളെല്ലാം തന്നെ നമുക്ക് ഉറപ്പ് തരികയാണ്, നാം ഭയപ്പെടേണ്ട, ചഞ്ചലപ്പെട്ടു പോകണ്ട എന്ന്. ഹല്ലേലൂയ.
ദൈവത്തിൻ്റെ നിരീക്ഷണം, ദൈവത്തിൻ്റെ കണ്ണുകൾ എപ്പോഴും നമ്മോട് കൂടെയുണ്ട് എന്ന്. നാം കടന്നു പോകുന്ന എല്ലാ അവസ്ഥകളെയും ദൈവം കാണുന്നുണ്ട് എന്ന് ഈ വചനങ്ങളെല്ലാം നമുക്ക് ഉറപ്പു തരുന്നു. പ്രൈസ് ഗാഡ്. യേശുവാണ് നാം കടന്നു പോകുന്ന സാഹചര്യങ്ങൾക്കുള്ള മറുപടി. ഹല്ലേലൂയ. അതെ, നമ്മുടെ ജീവിതത്തിൻ്റെ ചെറുതും വലുതുമായ എല്ലാ കാര്യങ്ങൾക്കുമുള്ള മറുപടി എൻ്റെ യേശുവാണ് എന്ന് പറഞ്ഞ് ദൈവകരങ്ങളിൽ നമ്മെ തന്നെ സമർപ്പിക്കുക. ഹല്ലേലൂയ. നമ്മുടെ പിടുത്തമൊക്കെ വിട്ട് പൂർണ്ണമായി നമ്മെ തന്നെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്താൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഏറ്റെടുത്ത് വഴി നടത്തുന്നത് നമുക്ക് അനുഭവിച്ചറിയുവാൻ സാധിക്കും. ഹല്ലേലൂയ. നാം അങ്ങ് ഇരുന്നു കൊടുത്താൽ നമ്മുടെ ജീവിതമാകുന്ന വണ്ടി ദൈവം ഓടിക്കുവാൻ തുടങ്ങും. ആവർത്തന പുസ്തകം 11-ാം അധ്യായം 12-ാം വാക്യം പറയുന്നു, നിന്റെ ദൈവമായ യഹോവയുടെ കണ്ണുകൾ വർഷാരംഭം മുതൽ അവസാനം വരെ നിരന്തരം അതിന്മേൽ ഉണ്ട്. ഏതിലുണ്ട്? നാം ഏർപ്പെടുന്ന ചെറുതും വലുതുമായ കാര്യങ്ങളിലുണ്ട്. ഹല്ലേലൂയ. മാത്രമല്ല, സങ്കീർത്തന പുസ്തകം 32-ാം അധ്യായം 8-ാം വാക്യം പറയുന്നു, ഞാൻ നീ നടക്കേണ്ടുന്ന വഴി നിനക്ക് ഉപദേശിച്ച് കാണിച്ചു തരും. ദൈവപൈതലേ, നമ്മെ നിരീക്ഷിക്കുക മാത്രമല്ല, നമുക്ക് ഉപദേശിച്ച് ആലോചന പറഞ്ഞ് നാം നടക്കേണ്ടുന്ന വഴിയിലൂടെ നമ്മെ നടത്തുന്ന ഒരു ദൈവമാണ്. യെശയ്യാവിൻ്റെ പുസ്തകം 30-ാം അധ്യായം 21-ാം വാക്യം പറയുന്നു, നീ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ ഇതാണ് വഴി, ഇതിലെ പോകുക എന്ന ശബ്ദം കേൾക്കുമെന്ന്. അതെ, തക്ക സമയത്ത് ഇടപെട്ട് നമ്മെ വഴി നടത്തുന്ന ഒരു ദൈവം. ഈ അനുഭവമുള്ളവർക്കെല്ലാമായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നാം ഈ ദൈവശബ്ദത്തിന് വില കൊടുക്കണം. ഇങ്ങനെ നമ്മെ തന്നെ നാം ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ ഇങ്ങനെ ചില നടത്തിപ്പുകൾ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കുവാൻ സാധിക്കും. ഞാനൊരു കഥയല്ല നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്, എൻ്റെ അനുഭവങ്ങളാണ്. അതിൽ ഉറച്ചു നിന്നുകൊണ്ടാണ് ഞാൻ ഈ വചനം നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. അനേകം ദൈവവുമായുള്ള ജീവിത അനുഭവങ്ങളിലൂടെ കടന്നുപോയ ശേഷമാണ് ഞാൻ നിങ്ങളോട് ഈ വചനം ഷെയർ ചെയ്യുവാൻ ധൈര്യപ്പെട്ടത്. ഇങ്ങനെയുള്ള ഒരു നല്ല ദൈവത്തെ നമ്മെ സ്നേഹിക്കുക മാത്രമല്ല, എപ്പോഴും നിരീക്ഷിക്കുകയും നമ്മുടെ ജീവിതത്തിൽ തന്നെത്താൻ ബലവാനെന്ന് കാണിച്ചുകൊണ്ട് ഇടപെടുകയും ചെയ്യുന്ന ഒരു നല്ല ദൈവത്തെ നിങ്ങളുമായി പരിചയപ്പെടുത്തുന്നതിൽ പങ്കുവയ്ക്കുന്നതിൽ ഞാൻ സന്തോഷിക്കുന്നു. ഈ നല്ല യേശുവിനെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എന്നാൽ ഈ യേശുവിനെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുവാൻ ആഗ്രഹിക്കുന്നവർ ഒരു വാക്ക് പറഞ്ഞാട്ടെ, യേശുവേ, അങ്ങൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരണമേ. ഞാൻ അങ്ങയെ എൻ്റെ കർത്താവും രക്ഷിതാവുമായി സ്വീകരിക്കുന്നു. എൻ്റെ പാപങ്ങളെ അങ്ങയുടെ രക്തത്താൽ കഴുകി മകനും മകളുമാക്കി തീർത്തതിനായി സ്തോത്രം എന്ന് പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. ഒരു വാക്ക് ഞാൻ നിങ്ങൾക്കായി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്നു. യേശുവേ, അങ്ങയുടെ കണ്ണുകൾ ഞങ്ങളെ നിരീക്ഷിച്ചുകൊണ്ട് ഊടാടിക്കൊണ്ടിരിക്കുന്നു എന്ന് വചനം പറയുന്നുവല്ലോ. ഹല്ലേലൂയ. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ദുഃഖത്തിലോ പ്രയാസത്തിലോ ആയിരിക്കുന്നുവെങ്കിൽ യേശുവേ, അങ്ങയുടെ കരുണയുള്ള കണ്ണുകൾ അവരെ കണ്ടുകൊണ്ടിരിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ഏത് പ്രശ്നത്തിൽ അവർ വിഷമിക്കുന്നു, ഹല്ലേലൂയ, ഇപ്പോൾ തന്നെ അവരുടെ ജീവിതത്തിൽ അങ്ങ് ഇടപെടുന്ന ഒരു ദൈവമാണെന്ന് തിരിച്ചറിയത്തക്ക വിധത്തിൽ റമന ശാന്തര അവരുടെ ജീവിതത്തിൽ അങ്ങ് ഇടപെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങ് അവരെ കാണുന്നു, അറിയുന്നു എന്ന് തിരിച്ചറിയത്തക്ക വിധത്തിലുള്ള അനുഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ സംഭവിക്കട്ടെ. വിടുതലുകൾ അവിടുന്ന് അയക്കുന്ന കൃപയ്ക്കായി നന്ദിയോടെ സ്തുതിക്കുന്നു. അപ്പാ, ആണിപ്പഴുതുള്ള കരം അവരുടെ മേൽ നീട്ടുന്നതിനായി സ്തോത്രം. വിടുതൽ കൊടുക്കുന്നതിനായി നന്ദി. ആശ്വസിപ്പിക്കുന്ന കരം, അവരെ കരുതുന്ന കരം, അവരെ സംരക്ഷിക്കുന്ന കരം ചലിച്ചിരിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. സകലതും അങ്ങയുടെ മഹത്വത്തിനായി തീരട്ടപ്പാ. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ. കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.